വല പൊട്ടിച്ചിട്ട് കടൽ ചെമ്പല്ലിയും വളയോടിയും അങ്ങനെ പല വെറൈറ്റി സാധനങ്ങളാണുള്ളത്. നമ്മുടെ ബോട്ട് നോക്കി ശരിക്കും ഒരു ഷിപ്പ് പോലെയാണല്ലേ കിടക്കുന്നത്. സമയം വെളുപ്പിന് 4:30. ആങ്കർ കയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഹേ നമസ്കാരം. അങ്ങനത്തെ ആങ്കർ കയറ്റാൻ നേരത്ത് പലരും ചോദിച്ചൊരു കാര്യമാണ്, ഇതെങ്ങനെയാണ് നിങ്ങൾ കടലിൽ നിന്ന് തിരിച്ച് റിട്ടേൺ എടുക്കണേന്നുള്ളത്. അതിന്റെ 5 വശങ്ങളിലുമുള്ള അതിന്റെ നാവാണ് മണ്ണിൽ അല്ലെങ്കിൽ പാറയമൊക്കെ ഉടക്കി ഇങ്ങനെ നമ്മുടെ ബോട്ടിനെ പിടിച്ചു നിർത്തുന്നത്. ഇത് എടുക്കാൻ നേരത്ത് റോപ്പിന്റെ ആ ഒരു ഡയറക്ഷൻ നോക്കിയിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ബോട്ട് ഇട്ട് ഓടിച്ച് ആങ്കറിനെ പൊട്ടിച്ചെടുക്കുകയാണ് ആ ഉടക്കിന്ന്. പിന്നെ അറിയാലോ, വീഞ്ചില് റോപ്പ് ചുറ്റിയിട്ടാണ് ഇതിനെ പൊക്കി ബോട്ടിലേക്ക് കയറ്റുന്നത്. കൈ കൊണ്ടൊന്നും പൊക്കിയെടുക്കൽ നടക്കില്ലട്ടാ. നമ്മുടെ വീഞ്ചിൽ തന്നെയാണ് ആങ്കർ പൊക്കിയെടുക്കണത്. അങ്ങനെ ആങ്കർ കയറി വന്നപ്പോഴേക്കും നമ്മൾ സൈഡിൽ തന്നെ റോപ്പ് ഇട്ട് കെട്ടി സ്ട്രോങ് ആക്കി നിർത്തിയേക്കേണ്ട. അങ്ങനെ ആങ്കർ എല്ലാം പൊക്കി കയറ്റി നേരെ അടുത്ത വലയിടുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ ഓടിപ്പോയി. ഫസ്റ്റ് വല നമ്മൾ ഇട്ടതേ വലിച്ചുകൊണ്ടിരിക്കേണ്ട. ഇവിടെ നമ്മുടെ ബോട്ടിന്റെ മുന്നിൽ കൂടെ തന്നെ കൊർഡേലിയ ക്രൂയിസിന്റെ ആ ക്രൂസ് ഷിപ്പ് കൊച്ചി തുറമുഖം ലക്ഷ്യമാക്കി ഓടിപ്പോയിക്കൊണ്ടിരിക്കണേണ്ടി കാണുന്നത്. നോക്കി, തരക്കേടില്ലാത്ത നല്ല അടിപൊളി ക്രൂസ് ഷിപ്പാണെന്നുണ്ടാ കൊർഡേലിയ ക്രൂയിസ്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ രാവിലത്തെ ഭക്ഷണം ഞങ്ങൾ ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ ഇരുന്ന് കപ്പലൊക്കെ ഇഷ്ടം പോലെ പോകണം, ഇങ്ങനെ കാണാൻ പറ്റോട്ടെ. രാവിലെ 6:30 മണിയായപ്പോഴേക്കും പ്രഭാത ഭക്ഷണം ഞങ്ങൾ കഴിച്ച്. അത് ഈ ബോട്ടിൽ അങ്ങനെയുണ്ട്, എപ്പോഴും 6:30 മണിക്കാണ് നമ്മൾ രാവിലത്തെ ഫുഡ് കഴിക്കുന്നത്. അങ്ങനെ എല്ലാവരും അണിയത്തിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 8 മണിയായപ്പോഴേക്കും വല പിടിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട്. അത്രക്ക് വലിയ ഡീപ്സി ഒന്നും ഇട്ടത്. ഏകദേശം 20 ഭാഗത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 20 ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 ആളുകൾ മുകളിൽ നിൽക്കുമ്പോഴുള്ള ഹൈറ്റ്. അപ്പൊ ഇവിടെയാണ് നമ്മൾ ഓട്ടോമാറ്റിക്കലി വലയിടുന്നത്. ഇവിടെ ആയിട്ട് ചെറിയ പാറയും അതുപോലെ കുഴികളൊക്കെ ഉണ്ട്. കുഴിയിൽ വലിക്കാനും പാറയുടെ മുകളിലൊക്കെ വലിക്കാനായിട്ട് നമുക്കൊരു പ്രത്യേക കഴിവാണ് സ്രാങ്കന്മാർക്ക്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വല കീറി ഉടക്കി പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. സ്രാങ്കിന്റെ കഴിവാണ് അപ്പൊ അതിന്റെ മുകളിൽ ഉടക്കൊന്നും പിടിക്കാണ്ട് വലിച്ച് വലനെ സേഫ് ആയിട്ട് കൊണ്ടുവരാന്നുള്ളത്. ഇവിടെ വലിക്കുമ്പോഴുള്ള മെയിൻ ആയിട്ടുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബമ്പറായിരിക്കുള്ളൂ കിട്ടുന്നത്. കാരണം ഒരു കൂട്ടം മീനുകളായിരിക്കും ഉണ്ടാവണം. പാറയുടെ മുകളിലാണ് നല്ല നല്ല മീനുകൾ നിൽക്കുന്നത്. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചെലവിനുള്ള മീനെങ്കിലും നമുക്ക് വലയിനകത്ത് ഉണ്ടാവും. വെതർ കണ്ടീഷൻ നോക്കിയാൽ നല്ല മൂടിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതായത് മഴ പെയ്യോ ഇല്ലെന്നൊന്നും അറിയില്ല കേട്ടോ. അന്തരീക്ഷം ഇങ്ങനെ നിൽക്കണതിന്റെ പേരിൽ അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ. കാരണം കാറ്റില്ലാത്തതിന്റെ പേരിലാണ്. കാറ്റുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് നിൽക്കാറുണ്ട്. മഴ പെയ്യണമില്ല, അത് ഇങ്ങനെ നിൽക്കുകയാണ്, മൂടിക്കെട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അതിന്റെ പേരിൽ ചൂട് നന്നായിട്ട് ഏക്കുന്നുണ്ട്. അപ്പൊ അതേ വല വലിച്ചുകൊണ്ടിരിക്കുകയാണ്. വല വലിച്ച് ഏകദേശം നമ്മുടെ വല കയറാറായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ചരക്ക് എടുത്തു കഴിഞ്ഞിട്ട് എന്തൊക്കെ ചരക്കാണ് നമ്മുടെ വലയിനകത്തുള്ളത് നമുക്ക് നോക്കാട്ടെ. കോടന്റെ വന്നതിന് മുമ്പേ വലയിൽ കൂടി ഇഷ്ടം പോലെ ഊളാവ് വന്നിട്ടുണ്ട്. ഊളാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാറക്കൂട എന്ന് പറയും. കൂട്ടത്തോടെ കയറി കഴിഞ്ഞാൽ നമുക്ക് ലക്കാണ്. കാരണം നല്ല വിലയാണ് പൂളാവന്. ഇപ്പൊ കയറിയില്ലെങ്കിലും കുഴപ്പമില്ല, അത്യാവശ്യത്തിനുള്ള മതി നമുക്ക്. ഇപ്പൊ വലയിനകത്ത് ചെറിയ ചെറിയ ഓട്ടകൾ പോലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോട്ടിലെ വലപ്പണിക്കാർ അപ്പം തന്നെ വന്ന് ആ ഓട്ടകളെല്ലാം അടച്ച് സെറ്റ് ചെയ്ത് വെക്കോട്ടെ. കാരണം പിന്നീട് വലയിടുമ്പോൾ അത് വെച്ചൊരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഫുള്ള് ക്ലിയർ ചെയ്തേ നമ്മൾ അപ്പം തന്നെ വല കടലിലേക്ക് അടുത്തിടാറുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ കോടന്റെ കയറി വന്നിട്ട് മോശമില്ലാത്തൊരു ചരക്കെന്ന് വേണമെങ്കിൽ പറയട്ടെ. അതെ, വലിയൊരു മീൻ കിടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇതാണെന്ന് തോന്നുന്നു, ചെമ്പല്ലിയാന്ന് തോന്നുന്നു. ചെമ്പല്ലി ഉണ്ട്. ഇപ്പൊ കോടന്റെ പൊട്ടിക്കോട്ടെ. ഈ കോടന്റിന്റെ അടിയിലാണ് റോപ്പ് ഉള്ളത് കേട്ടോ. അതാണ് നമ്മുടെ മൂഡ് റോപ്പ് എന്ന് പറയുന്നത്. ആ മൂഡ് റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ഊരാക്കുടുക്ക് പോലെയാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കഴിയുമ്പോൾ ആ റോപ്പ് വലിഞ്ഞ് നമ്മുടെ ചരക്ക് പൊട്ടി വീണ. കോടന്റിന്റെ റോപ്പ് കെട്ടാൻ നേരത്തെ ഒരു ഞാക്കുണ്ട്. അത് മര്യാദക്ക് നമ്മൾ കെട്ടിയില്ല എന്നുണ്ടെങ്കിൽ വലിയിട്ട് നമ്മൾ 2-3 മണിക്കൂർ വലിക്കുമ്പോ ഈ ചരക്ക് എല്ലാം നമ്മുടെ ഈ മീൻ കംപ്ലീറ്റ് വന്ന് വീണ് ഈ കോടന്റിലായിരിക്കുള്ളൂ. അപ്പൊ അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ കോടന്റ് ഇങ്ങനെ വിരിഞ്ഞ് കിടക്കും. അപ്പൊ ഈ കയറുന്ന മീനെല്ലാം ഇതിൽ കൂടെ കയറിയിട്ട് അറ്റത്തെ കൂടി പോട്ടെ. അങ്ങനെയും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കോടന്റ് പൊട്ടിച്ചിട്ട് ഇതൊക്കെ അടിപൊളി ചരക്ക്. ഇതാണ്ട കടൽ ചെമ്പല്ലി എന്ന് പറയുന്ന മീൻ. ചിലര് ഈ ഉണ്ണിമീരിനെ കാണിക്കാൻ നേരത്ത് അതാണ് കടൽ ചെമ്പല്ലി എന്ന് പറയും. ശരിക്കും അത് ചെമ്പല്ലി അല്ല, കടൽ ചെമ്പല്ലി എന്ന് പറയുന്ന മീനിന്റെ ഇതാണ് ഒറിജിനൽ ചെമ്പല്ലി. കണ്ട. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വറ്റ, ഊളാവ്, ശീലാവ്, വളവോടി, അങ്ങനെ പല പല മീനുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചെമ്പല്ലി 2 കിട്ടിയിട്ടുണ്ട്. കണ്ട, വളവോടിയൊക്കെ വലിപ്പം നോക്കി.
ഊളാവിന്റെ വലുതാണ്ട ഇതിനെ നമ്മൾ നെടുവാന്ന് പറയും. ഇന്ന് നെടുവ കൊണ്ട് നമുക്കൊരു കിടിലൻ മീൻ പുറത്ത് ഉണ്ടാക്കുക. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പിന്നെ ഈ ചെറിയ വര വര പോലുള്ള ഒരു മീൻ ഉണ്ട്, അത് കല്ലാങ്കോന്തനാന്നും ഉണ്ടാകും. അത് അത്രയും വലുതാവുള്ളൂ, അത് അതിക്കുള്ളിൽ വലുതാവില്ലുണ്ട്. നമ്മുടെ വലയിനകത്ത് പെട്ടോണാണ് ഈ സാധനമൊക്കെ, ഈ കല്ലാങ്കോന്തനൊക്കെ. വല പൊട്ടിച്ചിടാൻ നേരത്ത് ഷവലും കൊണ്ട് നമ്മൊന്ന് പരത്തും കിട്ടിയ മീനുകളെല്ലാം. അത് സ്രാങ്കിനൊറ്റ നോട്ടത്തിൽ കാണുമ്പോൾ മനസ്സിലാവും ഇത് ഇത്രയുടെ ചരക്ക് ഉണ്ടാവും എന്നുള്ളത്. പിന്നെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മീനെ തിരിഞ്ഞ് ഓരോരോ ബോക്സിലേക്ക് ആക്കിയിട്ട് സ്റ്റോർ റൂമിലേക്ക് ഇറങ്ങണതാണ്. സ്റ്റോർ റൂമിലേക്ക് ഇറങ്ങണ കാഴ്ച പലരും കാണിക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അത് ഞാൻ കാണിച്ചു തരാട്ടാ. അപ്പൊ അതെ, ബോട്ടിന്റെ ഓവറോൾ വലിപ്പം നോക്കിയേ, ഏകദേശം 100 അടി 105 അടിയോളം ഉണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ബോട്ടിന്റെ വലിപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ. വലിപ്പം മീൻസ് നീളം. ഒരുവിധപ്പെട്ട കടലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫിഷിംഗ് ബോട്ടിൽ നമ്മൾ സേഫ് ആയിരിക്കുള്ളൂ. കാരണം പെട്ടെന്നൊന്നും അങ്ങനെ മറിച്ചളയില്ല കേട്ടോ. പിന്നെ കപ്പലിനെ മറിക്കണ കടൽ വരെ ഉണ്ട്, അതൊക്കെ അങ്ങ് ഡീപ് സീലാണല്ലോ, പെട്ടെന്ന് അന്തരീക്ഷം മാറുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന നിലവിൽ 20 ഭാഗമല്ലേ. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കിപ്പോ പെട്ടെന്ന് ഓടി കരയിലേക്ക് എത്താൻ പറ്റും. അപ്പൊ ഇതാണ് നമ്മുടെ സ്രാങ്ക് കേട്ട. സ്രാങ്ക് സേവിയർ എന്നാണ് സ്രാങ്കിന്റെ പേര്. ഞാൻ പല വീഡിയോസിനകത്തും നമ്മുടെ സ്രാങ്കിനെ കാണിച്ചിട്ടുണ്ട്. അടുത്ത ഗ്രൗണ്ടിലേക്ക് നമ്മൾ വലയിടാനായിട്ട് പോയിണ്. ഇപ്പൊ നിലവിൽ മീൻ കിട്ടിയ കാര്യം നമ്മുടെ കൂട്ടബോട്ടിന്റെ അടുത്ത് മാത്രം പറഞ്ഞിട്ടുള്ളൂ, അതും സീ ഫോൺ വഴി സംസാരിക്കുമ്പോ ഓപ്പോസിറ്റ് നിൽക്കണ ബോട്ടും പിന്നെ നമ്മുടെ ബോട്ടും മാത്രം ഉണ്ടാവുള്ളൂ ആ ഒരു ലൈനിൽ. അതേസമയം വയർലെസ് വഴി സംസാരിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചാനലിൽ ആരൊക്കെ ഉണ്ട് എല്ലാവരും ഉണ്ടാവട്ടെ. നമ്മളിപ്പോ വയർലെസ്സിലൂടെയാണ് ഈ കാര്യങ്ങൾ പറയണെന്നുണ്ടെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് ഇവിടെ നിറച്ചും ബോട്ടായിരിക്കുള്ളൂ, എല്ലാവരും വന്ന് തൂത്തുവാരിക്കും കൊണ്ടുപോട്ടെ. അങ്ങനെ ഇപ്പിട്ട വല മാറ്റി നമ്മൾ വേറെ വലയിനിടണ എനിക്ക് തോന്നുന്നു കുഴിയിൽ വല്ലതും വലിക്കാനായിട്ടായിരിക്കുള്ളൂ. അപ്പൊ അതെ, മീൻ 1, 2, 3 പേരായിട്ട് തിരിയുണ്ട്. ബാക്കിയുള്ള ഒരു വലപ്പണി ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം നമ്മൾ തിരിഞ്ഞ് ബോക്സിലേക്ക് ആക്കി വെച്ച ബാറക്കൂടെ ഉണ്ട്, അതായത് ഉളാവാണ്. ഏകദേശം 5 ബോക്സോളം ഉളാവ് നമുക്ക് ഈ വലയിനകത്ത് ഉണ്ടായിരുന്നുണ്ട്. അടുത്ത സ്ഥലത്തെത്തി വല നേരെ കടലിലേക്ക് തട്ടിയിട്ടാ. വല വിടുമ്പോഴും ചുമ്മാ എറിഞ്ഞിട്ടാ പോലട്ടാ ഫ്ലോട്ടും സീറോപ്പും കാര്യങ്ങളെല്ലാം സെൻട്രൽ ലൈനെല്ലാം കറക്റ്റ് ആയിട്ടാണ് പോണേന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ വല പിരിഞ്ഞു പിന്നെ വീണ്ടും നമ്മൾ വലിച്ചു കയറ്റി അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളും ഇതിന്റെ പുറകിലുണ്ട് കേട്ടോ. ഒരൊറ്റ മീനാണ് നമുക്ക് വലയെ കിട്ടിയിരുന്നെങ്കിൽ സുഖമാണ്, പെട്ടെന്ന് നമുക്ക് തിരിയാം. അങ്ങനെ കിട്ടുന്ന 2 മീനുകളാണ് ഞണ്ട് കൂട്ടത്തോടെ കയറുന്നത്. അതുപോലെ ഈ ക്ലാത്തിയൊക്കെ ലോഡായിട്ട് കയറുമ്പോ അത് മാത്രം ഉണ്ടാവുള്ളൂ. പക്ഷെ ഇങ്ങനെയൊക്കെ വലിക്കുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം വ്യത്യസ്തമായിട്ടുള്ള മീനുകളായിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ തിരിയാൻ തന്നെ അത്യാവശ്യം ടൈം വേണം കേട്ടോ. പിന്നെ 5, 10, 11 പേരുള്ളതിന്റെ പേരിൽ നമുക്ക് പെട്ടെന്ന് വർത്താനമൊക്കെ പറഞ്ഞ് തിരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോരോ ബോക്സിലേക്ക് ആക്കിയിട്ട് നേരെ ബോട്ടിന്റെ അണിയത്തേക്ക് ഇതുപോലെ വലിച്ചുകൊണ്ട് പോട്ടെ. കാരണം നമ്മുടെ ബോട്ടിന്റെ സ്റ്റോർ റൂമുള്ള മുൻവശത്താണല്ലോ. അപ്പൊ അതിന്റെ പേരിൽ ഏറ്റവും മുമ്പിൽ കൊണ്ടുപോയിട്ടത് ഇതുപോലെ കൂട്ടി വെക്കും എല്ലാ ബോക്സും. സ്റ്റോർ റൂമിലേക്ക് ആളുകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യണ് ഐസ് ഇങ്ങനെ ഭയങ്കര കട്ടയായിട്ടിരിക്കുള്ളൂ. ഷവല് വെച്ച് അത് കുത്തിപ്പൊളിച്ചിട്ട് നന്നായിട്ട് പൊടിച്ച് ചെറിയ തരികളാകോട്ടെ. അതിനുശേഷം ഇതുപോലെ മുകളിൽ നിന്ന് 2 പേരിങ്ങനെ ബോക്സ് നമുക്ക് കിട്ടിയ മീനുകൾ ബോക്സിലാക്കിയിട്ട് ഇങ്ങനെ സ്റ്റോർ റൂമിന്റെ ഉള്ളിലേക്ക് ഇറക്കി തരും. സ്റ്റോറിലേക്ക് ഇറക്കി തന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ബെഡ് ഐസും കൊണ്ട് ഒരു ബെഡ് ഇങ്ങനെ സെറ്റ് ചെയ്യും. അതിന്റെ മുകളിലേക്ക് ഇതുപോലെ മീനിട്ട് കൊടുക്കും. മീനിട്ട് അത് ഓരോ മീനും ഓരോ രീതിയിലുള്ള സ്റ്റോറിയാണ്. അയിലേക്ക് ഇടുന്നുണ്ടെങ്കിൽ നമ്മൾ ബോക്സിനകത്ത് ഐസ് ഒഴിച്ച് വെള്ളം ഒഴിച്ച് അങ്ങനെ ഉടയാത്ത രീതിയിലാണ് സ്റ്റോർ ചെയ്യണത്. ഇങ്ങനത്തെ മീനൊക്കെ ഇതുപോലെ മുകളിൽ വെച്ചുകൊടുത്തിട്ട് അതിന്റെ മുകളിലേക്ക് നമ്മൾ ഐസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. അതുപോലെ വലിയ മീനുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ വയറെല്ലാം കീറി കുടലെല്ലാം കളഞ്ഞ് അതിന്റെ ഉള്ളിലേക്ക് ഐസ് ഇട്ട് സ്റ്റോർ ചെയ്യണ ഒരു പരിപാടിയാണ് കേട്ടോ. അത് ഇങ്ങനത്തെ ബോട്ടുകളിലില്ല, ഗിൽനെറ്റ് ബോട്ടിലൊക്കെയാണ് കൂടുതലും ഞാൻ കണ്ടേക്കണേ കേട്ടോ. അപ്പൊ ഇവിടെ നല്ല അടിപൊളിയായിട്ട് കുഞ്ഞച്ചൻ ചേട്ടൻ എല്ലാ മീനെയും അടക്കി ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നതാണ്. ഇനി ഇതെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ മുകളിലേക്ക് ഐസ് എടുത്തിട്ടോട്ടാ. ഇങ്ങനത്തെ ഐസൊക്കെ ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ സംഭവം സെറ്റായിട്ടിരിക്കട്ടോ, ഒരു കുഴപ്പവും വരില്ല. പിന്നെ ഈ സ്റ്റോർ റൂമിന്റെ നിർമ്മാണവും അങ്ങനെയാണ്, പഫ് ചെയ്ത് നല്ല എയർ ടൈറ്റ് ആയിട്ടാണ് ഇത് നിർമ്മിച്ചേക്കുന്നത്. അപ്പൊ അങ്ങനെ ലീക്കൊന്നും ഉണ്ടാവില്ല, ഐസ് മെൽറ്റ് ആവുമില്ലട്ടാ. നമുക്ക് കിട്ടിയ ആ ഒരു വലിയ നെടുവനെ കറിക്കെടുത്തിട്ടുണ്ടായിരുന്നു. നെടുവ കൂട്ടാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു വറ്റയും എടുത്തിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ഇതിനെ കൊടുവാന്നൊക്കെ പറയൂട്ടാ. നല്ല ടേസ്റ്റ് ഉള്ള മീനാണ്. അളിയന്തയുടെ ചെതമ്പലെല്ലാം കളഞ്ഞ് വെട്ടി ക്ലീൻ ആക്കി സൂപ്പർ ആക്കിക്കൊണ്ടിരിക്കേണ്ട. ഇന്ന് നമുക്ക് ഈ ഒരു മീൻ വെച്ചിട്ട് അടിപൊളി ഫിഷ് ഫ്രൈ ആണ് സെറ്റ് ചെയ്യാനായിട്ട് പോണേ.
മീൻ വെട്ടി കഴിഞ്ഞിട്ടാ നമ്മൾ മീൻ വെട്ടുമ്പോൾ പോലും ബോട്ടിൽ മൊത്തം എത്ര പേരുണ്ട്, ഒരാൾക്ക് എത്ര പീസ് വെച്ച് കൊടുക്കാൻ പറ്റും എന്നൊക്കെ ഒരു കണക്ക് വെച്ചിട്ടാണ് മീൻ വരെയും വെട്ടി നമ്മ ഓരോരോ പീസുകളാക്കണത്. അങ്ങനെ മഞ്ഞപ്പൊടി, ഉപ്പ്, മുളക്, പിന്നെ അതുപോലെ കുരുമുളക് പൊടിയൊക്കെ ഇട്ടത് മസാല റെഡി ആക്കിയിട്ടുണ്ട്. വേറൊന്നും ഇല്ല, സിമ്പിൾ മസാലയാണ്. അതിനകത്തേക്ക് മിക്സ് ചെയ്ത് നമ്മുടെ മീനെ പുരട്ടിയെടുക്കുന്ന ഒരു കാഴ്ചയുണ്ട് ഇനി കാണുന്ന. ഇതിനി കുറച്ച് നേരം വെച്ച് കഴിഞ്ഞിട്ട് നേരെ കൊണ്ടുപോയിട്ട് നമ്മൾ ഫ്രൈ ചെയ്യൂടെ. മീൻ കറി വെക്കണ അളിയനാണെന്നുണ്ടെങ്കിൽ മീൻ പറക്കാനായിട്ട് തന്നെ ആൻറ്റിച്ചേട്ടനുണ്ട്. ആൻറ്റിച്ചേട്ടനും നല്ല അടിപൊളിയായിട്ട് മീൻ കറി വെക്കും. അപ്പോൾ അതെ ചട്ടി വെച്ച് അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഓയിൽ ഒഴിച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കുഞ്ഞച്ചനാശം വന്ന് പുള്ളിക്കാരൻ പറഞ്ഞ് ഞാൻ വറുത്തോളാന്ന് പറഞ്ഞ്. ഈ തിളച്ചെണ്ണയിലേക്ക് 2-3 മണിക്കൂറായിട്ട് മസാല വരട്ടി വെച്ചിരുന്ന ഈ മീൻ ഇടുമ്പോ തന്നെ ഉണ്ടല്ലോ, ആ ഒരു പുകയിലൂടെ നമുക്കൊരു പ്രത്യേക സ്മെല്ലും വരും. മീൻ അടിക്ക് പിടിക്കുമെന്നുള്ളൊരു പേടിയെ വേണ്ട. ബോട്ട് ഇങ്ങനെ റോൾ ആവണതിന്റെ പേരിൽ എണ്ണ ഇങ്ങനെ എല്ലായിടത്തും ഓടി കിടക്കണതിന്റെ പേരിൽ അടിക്ക് പിടിക്കുമെന്നുള്ള പേടി വേണ്ട. വലിയ ഡീപ് ഫ്രൈ ഒന്നും പറയാൻ പറ്റില്ല, ചെറിയൊരു രീതിയിലുള്ള ഒരു സോഫ്റ്റ് ഫ്രൈ. അതാകുമ്പോ ഫ്രഷ് മീൻ എപ്പോഴും ടേസ്റ്റ് അങ്ങനത്തെ ഉണ്ട്. നോക്കി ഈ ഒരു പീസ് നോക്കി, ഹാഹാ അടിപൊളി കാണാനായിട്ട്. ഹോട്ടലിലാണെന്നെങ്കിൽ കുറഞ്ഞത് എങ്ങനെയെങ്കിലും ഒരു 120 രൂപ ഈ ഒരു പീസിന് വാങ്ങോട്ടെ. ഒരു സെറ്റ് മീൻ നമ്മൾ വറുത്തെടുത്തത്, അടുത്ത സെറ്റ് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കേണ്ട. നല്ല ക്ഷമ വേണം മീൻ മറക്കാൻ നേരത്ത്. ഈ ഒരു സ്മെല്ലാം കിട്ടിയിട്ടും നമ്മൾ വിശന്നിരിക്കുള്ളൂ. അപ്പോഴും ഈ വായിലെ വെള്ളം ഇങ്ങനെ പിടിച്ചു നിർത്താനായിട്ട്. പക്ഷെ എന്നെ കൊണ്ട് ഒന്നും സാധിക്കാത്തതിന്റെ പേരിൽ ഒരു പീസ് എടുത്ത് ഞാനൊന്ന് കഴിച്ചു നോക്കി. അടിപൊളിയാണ്ട, സൂപ്പർ ടേസ്റ്റ് ആണ്. കുന്നച്ച് ഭായി പറയണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈലൻഡ് വെള്ളത്തിൽ അല്ലെങ്കിൽ നീട്ടുവെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നെടുവ പോലത്തെ മീനുകളൊന്നും കിട്ടില്ല. ഇതുപോലത്തെ മീൻ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഫിഷിംഗ് ബോട്ടിൽ പോകണമെന്നാണ് പറയണത്. പക്ഷെ രണ്ടിലാണെന്നുണ്ടെങ്കിലും ആ ഒരു ഫ്രഷ് മീനിന്റെ ടേസ്റ്റ് ഇല്ലേ, അതൊന്നും വേറെ തന്നെയുണ്ട്. വലയിട്ട് വല പിടിക്കണ സമയം വരെ നമുക്ക് റെസ്റ്റ് ആണല്ലോ. അപ്പൊ ആ സമയത്ത് സിനിമ ആണ് കിടന്നുറങ്ങി. എന്താന്ന് വെച്ചാൽ ദേടാ ഒരുത്തനിരുന്ന് പോകണ നോക്കി ഒരു വേസ്റ്റ് ബോർഡിന്റെ പീസിനകത്ത് പുള്ളിക്കാരൻ ഇങ്ങനെ സുന്ദരമായിട്ട് ഇരുന്ന് പോവേണ്ട, പറക്കൊന്നും ചെയ്യണ്ടല്ല. അപ്പൊ അതേ പുറത്ത് നമ്മുടെ ചേട്ടന്മാരൊക്കെ ബോട്ടിന്റെ വീൽ ഹൗസിന്റെ ആ ഒരു തണല് പറ്റി ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഉള്ളിൽ ചൂട് കുറച്ച് കൂടുതലാണ്, കാരണം കാറ്റില്ലട്ടാ. കാറ്റില്ലാത്തതിന്റെ പേരിൽ ചൂടുണ്ട്. അപ്പൊ ഷർട്ടൊക്കെ ഊരിയാണ് കിടക്കണത്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ തന്നെ ഒരു 1:30 മണിയായപ്പോഴേക്കും ഞങ്ങൾ ഉച്ചക്കലത്തെ ഭക്ഷണം കഴിക്കാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ടാ. മീൻ വറുത്തത് മാത്രമല്ല ഉണ്ടായത്, അതിന്റെ കൂടെ രസം ഉണ്ടായിരുന്നട്ടാ. രസം കൂട്ടി നല്ല രസമുള്ള ഒരു മീൻ വറുത്തത് നമുക്ക് അങ്ങോട്ട് പിടിക്കുക. അപ്പൊ അതേ ബിൽസലടിയൻ എല്ലാവർക്കും മീൻ വറുത്ത കഷ്ണങ്ങൾ ഓരോരോ കഷ്ണങ്ങൾ ആദ്യം ഇട്ട് കൊടുക്കും. അതിനുശേഷം പിന്നെ 1, 2, 3 ഒക്കെ വെച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കോട്ടെ. എണ്ണ അനുസരിച്ച് നമ്മൾ ഓരോരുത്തർക്ക് എല്ലാവർക്കും ഈക്വൽ ആയിട്ടാണ് കൊടുക്കണം. നിങ്ങൾ അച്ചാറ് കൊണ്ടുപോകാറില്ലേ എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. അച്ചാർ എടുക്കാറുണ്ട് കേട്ടാ. അച്ചാറ് നാരങ്ങയും ഉണ്ട്, വെളുത്തുള്ളിയും ഉണ്ട്, മാങ്ങയും ഉണ്ട് കേട്ടാ. എപ്പോഴും അങ്ങനെ അച്ചാർ എടുക്കാറില്ല, ചില സമയങ്ങളിലേക്കാണ് അച്ചാർ ഞങ്ങൾ എടുക്കണേ കേട്ടാ. ഇപ്പതേ അച്ചാർ എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളിയും മാങ്ങയൊക്കെയാണ് ഇപ്പൊ എടുത്തേണം. വിശന്നിട്ട് കണ്ണ് കാണാൻ മേല, അതിന്റെ ഇടയിലാണ് അവന്റെ ഒരു ക്യാമറ എന്നുള്ള രീതിയിൽ കണ്ട കുന്നിച്ചിട്ടിരിക്കണം. കുന്നച്ച് ഭായി എന്റെ ഓപ്പോസിറ്റ് ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കേണ്ട. ഒരു പ്ലേറ്റിൽ 3 കഷ്ണമായിട്ട് ഞാനും വന്ന് ഒരു തലക്കഷ്ണം കിട്ടി.
തലക്കഷ്ണം ഒന്ന് കടിച്ചു നോക്കിയിട്ട് അടിപൊളി ടേസ്റ്റ് ആണ്. മീനിന്റെ തല എന്ന് പറയുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമല്ലോ. പിന്നെ ഇപ്പൊ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോ വല പിടിക്കണത് റെസ്റ്റ് ആണ്. അപ്പൊ അതെല്ലാം നമുക്ക് അടുത്തൊരു എപ്പിസോഡായിട്ട് കണ്ടല്ലോ. ഓക്കെ, ടാറ്റ. നല്ല കിടിലം ഫുഡ് ഇട്ടാ.